വിശ്വരൂപം പൂണ്ട് സഞ്ജു, വിസ്മയത്തോടെ ലോകം. 2026 T20 ലോകകപ്പിൽ ഇന്ത്യക്ക് 3ാം കിരീടം. കിരീട നേട്ടത്തിൽ സഞ്ജു സാംസൺ എന്ന മലയാളി താരം രാജ്യത്തിന്റെ അഭിമാനമായി. അർഹതയുണ്ടായിട്ടും അവഗണന മാത്രം നേരിടേണ്ടി വന്നവന്റെ ഉയർത്തെഴുന്നേൽപ്പിനാണ് കായിക ലോകം സാക്ഷിയായത്. കഠിനാധ്വാനം മാത്രം കൈമുതലാക്കിയ ഈ ചെറുപ്പക്കാരൻ ഇന്നലെ ലക്ഷക്കണക്കായ ക്രിക്കറ്റ് ആരാധകരുടെ കണ്ണിലുണ്ണിയായി മാറി. പലകുറി അടിച്ചമർത്തപ്പെട്ടിട്ടും അഗ്നിപരീക്ഷണങ്ങളുടെ ഉലയിൽ ചുരുക്കിയെടുത്ത വീറോടെ പൊരുതാനിറങ്ങിയ സഞ്ജു ഇന്നലെ എല്ലാം കൈപ്പിടിയില്ലെന്ന് തെളിയിച്ചു. അഭിനന്ദന വചസ്സുകളുമായി ഭരണാധികാരികളും മുതിർന്ന കായിക താരങ്ങളും മാത്രമല്ല, സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരുമെത്തി. ക്രിക്കറ്റ് ഇതിഹാസം വിരാട് കോഹ്ലി തന്റെ സന്തോഷം പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരവുമായി സഞ്ജു നിൽക്കുന്ന ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച് ഇങ്ങനെ കുറിച്ചു: ഏറ്റവും കൂടുതൽ ഈ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയിൽ നിന്നുള്ള ഉജ്ജ്വലമായൊരു ടൂർണമെന്റ്. ഏറ്റവും ആവശ്യമായ ഘട്ടത്തിൽ നീ നിന്റെ മികവ് പുറത്തെടുത്തു. നിന്റെ പോരാട്ടത്തിൽ ഒരുപാട് സന്തോഷം ചേട്ടാ. യാക്കോബായ സഭ നിരണം ഭദ്രാസന മെത്രാപ്പോലിത്ത ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് ഇങ്ങനെ: ബൈബിളിൽ ഒരു വാചകമുണ്ട്, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി എന്ന്. സഞ്ജു കഴിഞ്ഞ നാളുകളിൽ എത്രമാത്രം അവഗണന അനുഭവിച്ചു. ഇന്ന് രാജ്യത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുന്നു. വെറും 4 മാച്ചുകളിൽ മാത്രം കളിക്കാൻ അവസരം ലഭിച്ച ചേട്ടായി പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിരിക്കുന്നു. സഞ്ജുവിനെ ഓർത്ത് ഞങ്ങൾ വാനോളം അഭിമാനിക്കുന്നുവെന്നായിരുന്നു. അഭിനന്ദനങ്ങൾ ശ്രീ സഞ്ജു. ജനശബ്ദം ന്യൂസിന്റെ 1000 അഭിനന്ദനങ്ങൾ. ന്യൂസ് ഡെസ്ക്, ജനശബ്ദം.